ഓൾ. സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാൻ പറ്റുമോ അറിയില്ല, ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് വ്ളോഗ്. രാവിലെ തന്നെ ഞാനീ പോകുന്നത് എനിക്ക് ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യവും പിന്നെ പ്രിന്റ് എടുക്കാനും ഉണ്ടായിരുന്നു. നല്ല മഴ ഉണ്ടായിരുന്നു, പോകുന്ന വഴിക്ക് ചാളിയും മഴയും എല്ലാം ആയിട്ട് ഞാൻ കുട തുറന്നിട്ടേ ഇല്ല. ആ മഴ ഫുള്ള് ഞാൻ കൊണ്ടതാണ്. അങ്കല് കഴിയുമ്പോൾ കുട ഉണ്ടെങ്കിൽ അത് തുറക്കാൻ ഭയങ്കര മടിയാണ്, കാരണം അത് നനഞ്ഞാൽ അത് എങ്ങനെ വെക്കും, എവിടെ വെക്കും എന്ന് ആലോചിച്ച് അങ്ങനെ പിന്നെ ടൗണിലെത്തിയിട്ട് ഞാൻ ബാങ്കിൽ ആവശ്യമെല്ലാം കഴിഞ്ഞിട്ട് നേരെ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് പ്രിന്റും എടുത്തിട്ട് പിന്നെ ഞാൻ നേരെ പുറയിലേക്ക് പോയി. പിന്നെ ഇതിപ്പോൾ ഞാൻ ഹെയർ ഓയിൽ ചെയ്യാൻ തന്നെയാണ്. ഞാൻ ഹെയർ ഓയിൽ ചെയ്യുന്ന സമയത്ത് നല്ലോണം ടൈം എടുത്ത് ചെയ്യലാണ്. വീക്കിലി വൺസ് അല്ലേ ഞാൻ ചെയ്യലല്ലോ, കാരണം എൻ്റെ മുടിയിൽ സ്മൂത്തനിങ് കെരാറ്റിനും രണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഓയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല, എന്നാലും ഞാൻ സ്കാൽപ്പിൽ മാത്രമായിട്ട് ഓയിൽ അപ്ലൈ ആക്കലുണ്ട്. ഇതിപ്പോൾ ഞാൻ സാധാ കോക്കനട്ട് ഓയിൽ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 വൈറ്റമിൻ ക്യാപ്സ്യൂൾ ഇടുന്നതാണ്. ഇങ്ങനെയാണ് ഞാൻ പണ്ട് ഹെയർ ഓയിൽ ചെയ്യലത്. ഇപ്പം ഞാൻ ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് 1 ഇയറിലാവാനായി. അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഹെയർ ഓയിലും ചെയ്യലുണ്ട്, ഹെയർ പാക്കും ഇടലുണ്ട്. ഹെയർ ഓയിൽ ചെയ്തിട്ട് എന്തായാലും ഒരു അരമണിക്കൂറിലൊക്കെ എനിക്ക് ഫ്രഷ് ആവാൻ കഴിയും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഒരു ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ 2 പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് കുടിച്ചിട്ടുണ്ടായിന്. അങ്ങനെ ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത്. സ്കിന്നിന് ഏറ്റവും നല്ലതാണ്, സ്കിന്നിനും ഹെയറിനും എല്ലാം നല്ലതാണ്. ഇതിലേക്ക് ഇപ്പം ഞാൻ ബീട്രൂട്ട്, ക്യാരറ്റ്, ആപ്പിൾ, നെല്ലിക്ക ഇതെല്ലാം എടുത്ത് ഇനി ഇതെല്ലാം കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കും. ഇതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഇത് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ വെക്കാം. എന്നിട്ട് അരിച്ചിട്ട് ഇതൊന്ന് ഐസ് ക്യൂബ് ട്രേയില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇല്ല ഡെയിലി ഓരോരോ ക്യൂബ് എടുത്തിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിലിട്ടിട്ട് കുടിച്ചാൽ മതി രാവിലെ. ഞാൻ അങ്ങനെയാണ് ചെയ്യലത്. അങ്ങനെ പിന്നെ ഫ്രഷ് ആവലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ വർക്ക് സ്പേസിലേക്ക് പോയി. ഇവിടെ ഇപ്പോൾ ഫുള്ള് മെസ്സായിട്ടാണ് ഉള്ളത്, കാരണം ഞാൻ എന്തെല്ലോ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിന് ഞാൻ ഫാഷൻ ഡിസൈനറോന്ന്. ഞാൻ ലാസ്റ്റ് ഡേ ഒരു എൻ്റെ ജേണി വീഡിയോ ചെയ്ത സമയത്ത് കുറേ ആൾ ചോദിച്ചിന്. ആ വീഡിയോ ഞാൻ ഷെയർ ചെയ്ത സമയത്ത് ഇൻസ്റ്റയിൽ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിന്. ഞാൻ അത്രയും റെസ്പോൺസ് പ്രതീക്ഷിച്ചിട്ട്. പിന്നെ ഞാൻ ഫാഷൻ ഡിസൈനറൊന്നല്ല, ഞാനിപ്പോൾ കറൻ്റ്ലി ഞാൻ +2 കഴിഞ്ഞതാണ്. ഞാൻ ഡിഗ്രിക്ക് പോയിട്ട് ഡയറക്റ്റ് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് എടുത്തതാണ്. പിന്നെ വെക്കേഷൻ ടൈമിൽ ഞാൻ വേറൊരിടത്ത് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആടെ എനിക്ക് അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ പോയിട്ടില്ല. എന്നാലും ഇപ്പം എനിക്ക് ക്ലാസ്സൊന്നും തുടങ്ങിയിട്ടാ. എന്നെ കുറേ ആൾ കളിയാക്കീന്, ഇതെന്തിപ്പോൾ ഫാഷൻ ഡിസൈൻ എടുത്തിന്, അത് സ്റ്റിച്ച് ആക്കുന്നില്ല അങ്ങനെയല്ലേന്ന്. പക്ഷെ എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനത് ചൂസ് ചെയ്ത്. പിന്നെ കുറേ ആൾ വിചാരം ഒരു 4 കഷ്ണം തുണി എടുത്തിട്ട് അതിനെ മുറിച്ചിട്ട് തുന്നുന്നതാണ് ഫാഷൻ ഡിസൈൻ. പിന്നെ ഈ ഫാഷൻ ഡിസൈനറും ടൈലറും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഫാഷൻ ഡിസൈനിങ് കോഴ്സിന് ചേർന്നിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ആയിട്ടാ. എന്നാലും ഞാൻ സെയിൽ ചെയ്യുന്ന ഡ്രസ്സിന് ചെറിയ ചെറിയ രീതിയിൽ വർക്ക് ചെയ്യലെല്ലാം ഉണ്ട് ഞാൻ. ഇതിപ്പോൾ ഞാൻ ഈ ബുക്ക് ഫുള്ളും ഇങ്ങനെ ഫാഷൻ റിലേറ്റഡ് ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എനിക്ക് സെയിൽ ചെയ്യേണ്ട കുറച്ച് ഡ്രസ്സിൻ്റെ ഫോട്ടോസും വീഡിയോസെല്ലാം എടുക്കാനുണ്ടായിന്. അപ്പോൾ അതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതൊന്ന് ഡ്രസ്സ് സെറ്റ് ചെയ്യുന്നതാണ്. എനിക്ക് ഈ ഡ്രസ്സിൽ ബോ കിട്ടുന്നത് ഭയങ്കര പണിയാണ്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അത് ശരിയാവില്ല. ഇതിപ്പോൾ ഒരു ടോപ്പാണ്, ഇതിലേക്ക് ഞാൻ ഒരു ജീന് പെയർ ചെയ്തിട്ട് അങ്ങനെ സെയിലാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ഡ്രസ്സസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജിലേക്ക് എനിക്കൊന്ന് DM ചെയ്താൽ മതി. പിന്നെ ചില ഡ്രസ്സസെല്ലാം ഞാൻ മാനിക്യൂണിൽ ഇട്ടിട്ടാണ് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മറ്റേ ആങ്കറിലിട്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഇത് ലൈറ്റെല്ലാം കൊണ്ടൊക്കെ ഞാൻ ചില സമയത്ത് ഞാൻ ലൈറ്റ് യൂസ് ആക്കലുള്ളൂ. ഇപ്പോൾ ഇവിടെ മഴയിലായിട്ട് ഫുള്ള് ഇട്ട് പിടിച്ച പോലെയാണ് ഉള്ളത്, അതുകൊണ്ട് ഞാനിപ്പോൾ ലൈറ്റെല്ലാം ഇട്ടിട്ടാണ് ഫോട്ടോസെല്ലാം എടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് 2 ജീന് പെയർ ആക്കിയിട്ടുണ്ട്, ബ്ലൂവും വൈറ്റും. അപ്പോൾ വേണ്ടവർ എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഓർഡർ ചെയ്താൽ മതി. പിന്നെ ഇതാണ് നെക്സ്റ്റ് ഡ്രസ്സ്. അങ്ങനെ ഇതിൻ്റെയും കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്ത് ഇത് ഞാൻ മാനിക്യൂണിൽ ഇട്ടിട്ട് ഞാൻ എടുത്തത്. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫേഷ്യൽ ലെയേഴ്സെല്ലാം ഒന്ന് റിമൂവ് ആക്കാമെന്ന് വിചാരിച്ച്. ഞാൻ മുമ്പെല്ലാം ഇങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ ഫേഷ്യൽ ലെയേഴ്സ് റിമൂവ് ചെയ്യും. മന്ത്ലി കുറേ പ്രാവശ്യം റിമൂവ് ചെയ്യലുണ്ടായിന്. പിന്നെ ഞാനത് നിർത്തി, കാരണം ഫേസിൽ നല്ലപോലെ കുരു വരാൻ തപ്പായിട്ട് ഞാൻ എനിക്ക് ഫംഗ്ഷൻ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ മന്ത്ലി 1 or 2 അതിലധികം പ്രാവശ്യം ഞാൻ ചെയ്യലില്ല, കാരണം നമ്മൾ റേസർ ഫേസിൽ യൂസ് ആക്കുന്നത് അത്ര നല്ലതല്ല ഞാൻ കേട്ടിന്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ അലോവേറ ജെല്ല് വെച്ചിട്ടാണ് ഹെയർ റിമൂവ് ചെയ്യൽ. എന്നിപ്പോൾ ഞാൻ മോയ്സ്ചറൈസറാണ് ഇട്ടത്. അലോവേറ ജെല്ല് എൻ്റെ ഇത് കഴിഞ്ഞ്. ഞാൻ ഫുൾ ഫേസ് ഒന്നും റിമൂവ് ചെയ്യൂല, ജസ്റ്റ് അപ്പർ ലിപ്പിൻ്റെ മുകളിൽ മാത്രമാണ് ഹെയർസ് റിമൂവ് ചെയ്യലത്. പിന്നെ എനിക്കെന്ന് വെച്ചാൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് നല്ലോണം ഉണ്ട്, അതുകൊണ്ട് ഞാൻ നോ സ്ട്രിപ്പാണ് യൂസ് ആക്കലത്. ഇതിപ്പോൾ എനിക്ക് നാളെ ഫംഗ്ഷൻ ഇല്ലോണ്ട് ഇന്നേ ഞാൻ ഫേസിൽ ഹെയർസും എല്ലാം റിമൂവ് ആക്കി, കാരണം ഫേസിൽ ഹെയർസ് റിമൂവ് ചെയ്ത അന്ന് ഫേസിലൊന്നും ഇടാൻ പാടില്ല, ഫേസ് പാക്കോ മേക്കപ്പോ അങ്ങനെയൊന്നും ഇടാൻ പാടില്ല. നോ സ്ട്രിപ്പ് ഇട്ട് കഴിഞ്ഞാൽ റിമൂവ് ചെയ്യുമ്പോൾ ഭയങ്കര പെയിനാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് പിസ്സ തിന്നാൻ ആസയായിട്ട് ഞാൻ നേരത്തെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. എന്നിലേക്ക് പിസ്സ സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഞാൻ 2 തക്കാളി, ഒരു ചെറിയ കഷ്ണം ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായി. ഇനി ഇതിനെല്ലാം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒരു പാനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഒന്ന് തളിച്ചിട്ട് വരുമ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ സോസും പിന്നെ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സും ഉപ്പും കുറച്ച് ഒറിഗാനോ ഇടുക. അങ്ങനെ പിസ്സ സോസ് റെഡിയായി. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഗാർലിക് പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ബട്ടറും പിന്നെ ഗാർലിക്കും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 2 കളറിലെ ക്യാപ്സിക്കം കൂടി ഇടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ടാക്കുന്നുണ്ട്.
പിന്നെ ഞാൻ ഈ പിസ്സ ചെയ്യുന്നത് എയർ ഫ്രയറിലാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഡയറക്റ്റ് ബട്ടർ പേപ്പർ വെച്ചിട്ട് കുറച്ചൊന്ന് ഓയിൽ തടവിയിട്ട് ഞാൻ ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തുന്നതാണ്. എന്നിട്ട് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ആക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബട്ടറും ഗാർലിക്കും മിക്സിയിൽ അതിലേക്ക് സ്പ്രെഡ് ആക്കുക. എന്നിട്ട് ഇതിലേക്ക് തന്നെ മറ്റു പിസ്സ സോസും കൂടി സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് മൊസറല്ല ചീസും കൂടി ഇടുന്നുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് വെക്കാം. ഞാനിപ്പോൾ 2 കളറിലെ ക്യാപ്സിക്കും പിന്നെ കുറച്ച് കോണും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മൊസറല്ല ചീസും കൂടി ഇട്ടിട്ട് ഇത് എയർ ഫ്രയറിലാണ് ഞാൻ വെക്കുന്നത്. ഒരു 10-15 മിനിറ്റിൽ പിസ്സ റെഡിയാവും. പക്ഷെ ഞാൻ ഓഫാക്കാൻ ലേറ്റായി. എന്നിട്ട് ചെറുങ്ങനെ ഒന്ന് മുകളിലൊന്ന് കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.